ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇരയായ യുവാവ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കടക്കരപ്പള്ളി കുന്നേപ്പറമ്പിൽ 38 വയസ്സുള്ള ശ്രീകാന്താണ് മരണപ്പെട്ടത്. 2025 ജൂലൈ 14 രാത്രി തുറവൂർ പുത്തൻചന്തയ്ക്ക് സമീപം നിർമ്മാണത്തിനായി പൊളിച്ചിട്ട റോഡിലെ കുഴിയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ശ്രീകാന്തിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇതേ തുടർന്ന് എറണാകുളത്തെയും ചെമ്മാനിക്കരയിലെയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പലതവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അപകടത്തിന് ശേഷം 6 മാസമായി അബോധാവസ്ഥയിലായിരുന്നു. മകൻ ധ്യാനിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെയാണ് ശ്രീകാന്ത് യാത്രയായത്. 2.5 മാസം മുൻപാണ് ശ്രീകാന്തിന് രണ്ടാമത്തെ കുഞ്ഞു പിറന്നത്. അബോധാവസ്ഥയിലായ ശ്രീകാന്ത് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഡാബർ ഇന്ത്യ കമ്പനി ഫുഡ് ഡിലീഷനിൽ സെയിൽസ് ഓഫീസറായ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ തലതെറിച്ചു വീണ ശ്രീകാന്തിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മറ്റു വാഹനയാത്രക്കാരും പ്രദേശവാസികളും ചേർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മലയാളം ടെലിവിഷൻ, ആലപ്പുഴ. നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു. വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ TMT ബാർ, GP പൈപ്പ്, GI പൈപ്പ്, നെറ്റ് ഷീറ്റ്, റെയിൻ കട്ടേഴ്സ്, റൂട്ടിൻ ഷീറ്റ്, GI കോയിൽ, പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ്. ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ്, കഞ്ഞിപ്പുര, വളാഞ്ചേരി.